ദക്ഷിണാഫ്രിക്കയിൽ ചെന്നിറങ്ങിയ കാലം മുതൽ തന്നെ മഹാത്മാഗാന്ധി ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സായിപ്പന്മാർ തദ്ദേശീയരോടും ഇന്ത്യക്കാരോടും പെരുമാറുന്ന രീതി വളരെ നീചമായ രീതിയിൽ ഏത് സന്ദർഭത്തിലും ഉള്ള പെരുമാറ്റം ഈ സായിപ്പന്മാരിൽ നിന്ന് തദ്ദേശീയർക്കും ഇന്ത്യക്കാർക്കും അനുഭവിക്കേണ്ടി വരുന്ന കാഴ്ച പലപ്പോഴും ആരും കണ്ടില്ല എന്ന് നടിക്കാനുണ്ടായത്. എന്നാൽ ഗാന്ധിയുടെ ഉള്ളിൽ, ശരിക്കും മഹാത്മാഗാന്ധിയുടെ ഉള്ളിലെ സ്വാതന്ത്ര്യദാഹി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ആണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന ജീവവായു എന്ന് വിശ്വസിച്ച ഗാന്ധി പലപ്പോഴും അത്തരം സംഭവങ്ങളോട് പ്രതികരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ പലപ്പോഴും അവിടുത്തെ നിയമ സംവിധാനങ്ങളും പോലീസും മറ്റ് നിയമവാഴ്ചകളും ഒക്കെ തന്നെ ഈ തദ്ദേശീയർക്കും ഇന്ത്യക്കാർക്കും എതിരായതുകൊണ്ട് പലപ്പോഴും അതിന് സാധിച്ചിരുന്നില്ല. ഗാന്ധി എന്ന ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഈ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിലെ പീഡാനുഭവങ്ങളാണ്, അല്ലെങ്കിൽ അവിടെ വെച്ച് കണ്ട ഉച്ചനീചത്വങ്ങളാണെന്ന് നമുക്ക് കൃത്യമായി അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയും അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനത്തിലൂടെയും നമുക്ക് പിന്നീട് മനസ്സിലാക്കാനായി. ഡർബനിൽ നിന്നുള്ള തീവണ്ടി യാത്രയിലെ അനുഭവങ്ങൾ ഗാന്ധിക്ക് പുതിയ അറിവുകളും തിരിച്ചറിവുകളും നൽകി. നെറ്റാളിൻ്റെ തലസ്ഥാനമായ മാരിസ്ബർഗിൽ രാത്രി 9 മണിയോടെ തീവണ്ടി എത്തി. അവിടെ വെച്ച് ഗാന്ധി ഒരു വെള്ളക്കാരൻ്റെ കണ്ണിൽപ്പെട്ടു. വെള്ളക്കാരൻ 2 ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിക്കൊണ്ടുവന്നു. കമ്പാർട്ട്മെൻറ്റ് മാറിക്കയറണമെന്ന് ശാഠ്യം പിടിച്ചു. പിന്നീട് നടന്നതൊക്കെ ചരിത്രത്തിലെ മറക്കാനാവാത്ത ഏടുകൾ. പീറ്റർ മാരിസ്ബർഗിൽ വെച്ച് തീവണ്ടിയിൽ നിന്നും സായിപ്പ് ഗാന്ധിയെ തള്ളിയിട്ട സ്ഥലം മായ്ച്ചാലും മായാത്ത മുദ്രയായി നിലനിൽക്കുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയിൽ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് മാത്രമല്ല ഗാന്ധി ചിന്തിച്ചത്. ഭൂമിയിൽ വേർതിരിവുകളുടെ മതിൽക്കെട്ടുകൾ തീർക്കുന്ന എന്തിനോടും കലഹിക്കുന്നതിനും സ്വന്തം ശക്തിയും ദൗർബല്യവും തിരിച്ചറിഞ്ഞ് എതിരിടുന്നതിനും ഗാന്ധിയെ സജ്ജനാക്കിയതും ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ചാൾസ് ടൗണിൽ നിന്നും ജോഹനസ്ബർഗിലേക്കുള്ള യാത്രക്കിടയിലാണ് ഗാന്ധിക്ക് ഏറ്റവും ക്രൂരമായ ഒരു അനുഭവം ഉണ്ടായത്. പർദേക്കോ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഗാന്ധി ഒരു കുതിരവണ്ടിയിൽ സഞ്ചരിക്കുകയാണ്. ആ കുതിരവണ്ടിയിൽ മറ്റ് സഹയാത്രികരായിട്ടുണ്ടായിരുന്നത് നിരവധി സായിപ്പന്മാരാണ്. അതിൽ ഒരാൾ വന്നിട്ട് ഗാന്ധിയോട് ആ സ്ഥലം ഗാന്ധിക്ക് നിശ്ചയിച്ച് ഗാന്ധി ടിക്കറ്റ് എടുത്ത് കയറിയ ആ സ്ഥലത്ത് നിന്ന് മാറണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഗാന്ധി അതിന് വിസമ്മതിച്ചു. കാരണം ഈ സായിപ്പിന് സുഖകരമായി വിശാലമായി പുറത്തേക്ക് നോക്കിയിരുന്ന് സിഗരറ്റ് വലിക്കുന്നതിന് ആ സ്ഥലം വളരെ ഉചിതമായിട്ട് തോന്നി. അവിടെ ഇരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തോട് അവിടുന്ന് മാറിയിരിക്കണം എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഗാന്ധി അതൊരിക്കലും അനുവദിച്ചു കൊടുത്തില്ല. അതിൻ്റെ പേരിൽ ഗാന്ധിക്കുണ്ടായ അനുഭവം, ഗാന്ധിയെ ആ കുതിരവണ്ടി യാത്രക്കിടയിൽ അദ്ദേഹത്തോട് ബ്രിട്ടീഷുകാർ, സായിപ്പന്മാർ പെരുമാറിയത് എങ്ങനെയാണെന്നൊക്കെ അദ്ദേഹം തന്നെ വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ രചനകളിൽ എഴുതിയിട്ടുണ്ട്. ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഒന്നല്ല, നിരവധി അനുഭവങ്ങൾ ഗാന്ധിക്ക് ഈ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിൻ്റെ ആദ്യകാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സായിപ്പന്മാർ യാതൊരു തരത്തിലുള്ള നിയമവാഴ്ചയും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള സഹാനുഭൂതിയും അല്ലെങ്കിൽ ഒരു സമാനതയും തദ്ദേശീയരോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടും ഇന്ത്യക്കാരോട് പ്രത്യേകിച്ച് കാണിക്കേണ്ടതില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. ചില സായിപ്പന്മാർ ശരിക്കും ജനാധിപത്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ മനുഷ്യ സമാനതയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്ന അപൂർവം ചില ആൾക്കാർ അത്തരം സംഭവങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുമെങ്കിലും ഭൂരിപക്ഷം പേരും അങ്ങനെ ആയിരുന്നില്ല. മറ്റൊരിക്കൽ പ്രിട്ടോറിയയിലേക്കുള്ള യാത്രക്കിടയിൽ ഗാന്ധി ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തുകയും അദ്ദേഹത്തിന് 1-ാം ക്ലാസ് ടിക്കറ്റ് വേണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ സായിപ്പ് ആ ടിക്കറ്റ് കൊടുക്കാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ടിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു സായിപ്പ് വന്നു കഴിഞ്ഞാൽ ആ സീറ്റ് മാറിക്കൊടുക്കണം എന്നുള്ള ധാരണയോടുകൂടി മാത്രമേ ടിക്കറ്റ് നൽകാൻ പറ്റുമെന്ന് ഈ ടിക്കറ്റ് കൗണ്ടറിലിരുന്ന സായിപ്പ് ഗാന്ധിയോട് പറഞ്ഞു. ഇതുപോലുള്ള നിരവധി അനുഭവങ്ങളാണ് പലപ്പോഴും ഗാന്ധി ഈ ദക്ഷിണാഫ്രിക്കയിലൂടെ യാത്ര ചെയ്യുമ്പോഴും അദ്ദേഹം ബാരിസ്റ്റർ എന്നുള്ള തരത്തിൽ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ തന്നെ ഈ തരത്തിലുള്ള വേർതിരിവ് എല്ലായിടത്തും ഗാന്ധി അനുഭവിക്കുകയുണ്ടായി. ഞാൻ ട്രാൻസ്വാൾക്കാരനല്ല, ഹോളണ്ടുകാരനാണ്. നിങ്ങളുടെ വികാരങ്ങളെ ഞാൻ മാനിക്കുന്നു. എനിക്ക് നിങ്ങളോട് അനുകമ്പയുണ്ട്. ഒരു വ്യവസ്ഥയിൽ ഞാൻ നിങ്ങൾക്ക് ടിക്കറ്റ് തരാം. അതായത് തീവണ്ടിയിലെ ഗാർഡ് നിങ്ങളോട് 3-ാം ക്ലാസ്സിലേക്ക് മാറാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഈ ഇടപാടിൽ കുരുക്കരുത്. എന്നുവെച്ചാൽ റെയിൽവേ കമ്പനിക്കെതിരായി നിങ്ങൾ നടപടിയെടുക്കരുത്. സുരക്ഷിതമായ ഒരു യാത്ര ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾ ഒരു മാന്യനാണെന്ന് എനിക്കറിയാം. പ്രിട്ടോറിയയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കുറച്ച് സായിപ്പന്മാർ ആ ട്രെയിനിലേക്ക് കടന്നു വന്നു.
ഗാന്ധിയോട് ഈ പറഞ്ഞ പോലെ തന്നെ 1-ാം ക്ലാസ് ടിക്കറ്റ് എടുത്ത ഗാന്ധിയോട് ആ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു കമ്പാർട്ട്മെൻറ്റിലേക്ക് മാറണം എന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഗാന്ധിക്ക് ശരിക്കും അദ്ദേഹം എടുത്ത 1-ാം ക്ലാസ് ടിക്കറ്റിൽ യാത്ര തുടരാനായത് ആ ട്രെയിനിൽ അന്നുണ്ടായിരുന്ന തീവണ്ടിയിൽ അതിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്ന സായിപ്പിൻ്റെ പിന്തുണ കൊണ്ട് മാത്രമാണ്. മറ്റ് എല്ലാ സായിപ്പന്മാരും ഗാന്ധി അവിടെ നിന്ന് മാറിയിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. പക്ഷേ റെയിൽവേ ഉദ്യോഗസ്ഥൻ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് മാത്രമാണ് ഗാന്ധിക്ക് അന്നത്തെ ആ യാത്ര തുടരാനായത്. ഇത് ശരിക്കും ഗാന്ധിയുടെ മാത്രം അനുഭവമല്ല. ഈ പറയുന്ന സായിപ്പന്മാർ തീർച്ചയായിട്ടും ഈ ദക്ഷിണാഫ്രിക്കൻ സമൂഹത്തോടും ഇന്ത്യൻ സമൂഹത്തോടും പൊതുനിരത്തുകളിലും യാത്രയിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഉച്ചനീചിത്വങ്ങൾ, ഇത്തരത്തിലുള്ള വളരെ നമുക്കിന്ന് ഒരുപക്ഷെ സങ്കല്പിക്കാനാവാത്തത്ര വേർതിരിവുകളാണ് ഈ പറയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ഇന്ത്യക്കാരും തദ്ദേശീയരും അന്ന് അനുഭവിച്ചു കൊണ്ടിരുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ പഴയ കാലത്തിൻ്റെ പല കരിനിഴലുകൾ ഇന്നും പടർന്നു കിടക്കുന്നുണ്ട്. അതേക്കുറിച്ചൊക്കെ ഓർത്തെടുക്കുന്നത് പഴയ തലമുറ മാത്രമല്ല, 30-40 വയസ്സുള്ളവരുടെ ഓർമ്മയിലേക്കും തിക്തമായ ആ കാലം കടന്നു വരാറുണ്ട്. ആ നേരങ്ങളിൽ ഉള്ളിൽ തിളച്ചു പൊന്തുന്ന പക കടിച്ചമർത്തുകയാണെന്ന് പറഞ്ഞത് മോസസ് ആണ്. ഫാമുകളിലേക്ക് പോകുന്ന സായിപ്പന്മാർ തുറന്ന ജീപ്പിൽ പെരുമഴയത്ത് അവരുടെ വളർത്തു നായയെ നനയാതെ കൊണ്ടുപോകും. പക്ഷെ കറുത്ത വർഗ്ഗക്കാരെ ഒപ്പമിരുത്തി യാത്ര ചെയ്യുന്നതിനോ ഒന്നിച്ചു ഭക്ഷണം കഴിക്കുന്നതിനോ തയ്യാറാവില്ല. അതിൻ്റെ തുടർച്ചകൾ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് മോസസ് പറഞ്ഞു. അയാളുടെ മുഖത്ത് ഇതൊക്കെ പറയുമ്പോൾ വെള്ളക്കാരനോടുള്ള കലി തിളച്ചു പൊന്തുന്നത് കാണാമായിരുന്നു.